ഗൈസ്, ഇത് രാമായണ മാസമാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കമ്പരാമായണം. ഇതെങ്ങനെയാണ് വന്നത്, ഇതെങ്ങനെയാണ് രചിച്ചത്? അപ്പോൾ രാമായണ കഥയുടെ വിവിധ ഭേദങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതാണ് കമ്പരാമായണം. കമ്പരാമായണത്തെ അധികരിച്ചാണ് പ്രാദേശികമായി വിവിധ രാമായണ ഭാഷ്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കമ്പരാമായണം എഴുതിയ കമ്പരെ കുറിച്ചുള്ള ഐതിഹ്യം നമുക്ക് കേൾക്കാം. സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലെത്തിയ ഹനുമാന്റെ പ്രഹരമേറ്റതോടെ ലങ്കാലക്ഷ്മി ലങ്ക വിട്ടു. ലങ്കാലക്ഷ്മി കാളിയുടെ രൂപാന്തരമായിരുന്നു. ശ്രീകാളി രാമരാവണ യുദ്ധം കാണാൻ തനിക്ക് ഭാഗ്യം കിട്ടാത്തതിലെ കുണ്ഠിതം ശ്രീ പരമേശ്വരനെ അറിയിച്ചു. ശിവൻ ദേവിയെ സാന്ത്വനപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നീ ദ്രാവിഡ നാട്ടിൽ ചെന്ന് അവിടെയുള്ള സ്വയം ഭുലിംഗ ക്ഷേത്രത്തിൽ അധിവാസം ഉറപ്പിക്കുക. എങ്ങനെയാണ്? ദ്രാവിഡ നാട്ടിൽ ചെന്ന് അവിടെയുള്ള സ്വയം ഭുലിംഗ ക്ഷേത്രത്തിൽ അധിവാസം ഉറപ്പിക്കുക. ഞാൻ അവിടെ കമ്പരായി അവതരിച്ച് തമിഴ് ഭാഷയിൽ രാമായണം രചിച്ച് പാവക്കൂത്ത് നടത്തിക്കാം. അപ്പോൾ നിനക്ക് കാണുന്നതിനേക്കാൾ വ്യക്തമായും ഭംഗിയായും സമ്പൂർണമായും ശ്രീരാമകഥ വിശേഷിച്ച് രാമരാവണ യുദ്ധം കേട്ടും കണ്ടും രസിക്കാം. ശ്രീ കാളിദേവി തിരുവണ്ണനല്ലൂർ സ്വയം ഭുലിംഗ ക്ഷേത്രത്തിൽ ആവാസം ഉറപ്പിച്ചു. ക്ഷേത്ര സമീപത്ത് ശങ്കരനാരായണൻ എന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. ഭാര്യയായ ചിങ്കരവല്ലി സന്താനലബ്ധിക്ക്